പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധം അവസാനിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതിലെ കുറച്ച് വ്യത്യാസങ്ങൾ, അതിൽ രണ്ടുപേർക്കും ചില വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ശരിക്കും ഈ വേർപിരിയൽ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അവ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചേക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾ നിസ്സഹായരായ പോലെ നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഇല്ലാത്തതായിട്ട് തോന്നിയേക്കാം. നിങ്ങൾ വളരെയധികം സ്നേഹിച്ചയാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയാൽ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് അത് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു സഹായം പോലും ആവശ്യമായിട്ട് വന്നേക്കാം. എല്ലാത്തിലും ഉപരി ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തകരുമെന്ന് പ്രതീക്ഷിക്കണമെന്നില്ല. അത് എന്നേക്കുമായിട്ട് നിലനിൽക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ ഒരു ആത്യന്തിക സത്യം എല്ലാം അവസാനിക്കുന്നു എന്നതാണ്. ജീവിതത്തിൽ ഒരു ശൂന്യതയോടെ ജീവിതം നയിക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അതിലെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ വേണം. പക്ഷെ ഒരാൾ അതിൽ നിന്നും മുക്തനാകണം. ബ്രേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും അത് കൈകാര്യം ചെയ്യുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ അവരതിനോട് പ്രതികരിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. ഒരു പ്രണയബന്ധം തകരുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ആ ബ്രേക്കപ്പിന് ശേഷം കൂടുതൽ കഷ്ടപ്പെടുന്നത് സ്ത്രീകളായിരിക്കോ അല്ലെങ്കിൽ പുരുഷന്മാരായിരിക്കോ? ബ്രേക്കപ്പ് അല്ലെങ്കിൽ വേർപിരിയുന്നത് അത് എന്ത് തന്നെ ആയാലും, അവരെന്ത് തന്നെ പറഞ്ഞാലും എനിക്കത് ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല, ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല, ഞാൻ വളരെ ഹാപ്പിയാണ്, അങ്ങനെയെല്ലാം പറഞ്ഞാലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ശരിക്കും ഒരു ബന്ധം തകരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ അവിടെ ഒരാൾ ജയിച്ചതായിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു വൈകാരിക ബന്ധം ഒരാൾക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാം, മറ്റൊരാൾ അതിൽ സ്ട്രക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പിന് ശേഷം വിജയിക്കുക എന്ന് പറയുന്നതിനർത്ഥം അതിൽ നിന്നും എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവുക എന്നതാണ്, അല്ലെങ്കിൽ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ആവാതിരിക്കുക എന്നതുമാണ്. ശരിക്കും ഒരു ബന്ധം തകരുമ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും കൂടുതലും വിഷമിക്കുന്നത്. പക്ഷെ പോകെ ആ വിഷമം കൂടുന്നത് പുരുഷനായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകുമ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതും. ആരായിരിക്കും കൂടുതൽ വേദനിക്കുക അല്ലെങ്കിൽ ആരായിരിക്കും പെട്ടെന്ന് റിക്കവർ ആവുക എന്നതിനെക്കുറിച്ചല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതിന് ശേഷം പുരുഷന്മാരും സ്ത്രീകളും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലെ ചില വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ആത്മാഭിമാനവും ബന്ധവും. ഒരു ബന്ധത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ആനന്ദമായിരിക്കും ലഭിക്കുന്നത്. മിക്ക പുരുഷന്മാർക്കും ഒരു പ്രണയബന്ധം സ്ഥാപിക്കുന്നതിലൂടെ അവർക്കൊരു ആത്മാഭിമാനമാണ് ഉണ്ടാകുന്നത്. അതായത് എനിക്ക് ഒരു പെണ്ണുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാമുകി സെറ്റായി, അങ്ങനെയൊക്കെ ഉള്ളൊരു ആത്മാഭിമാനം അവരുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരൊരു കാമുകിയാവുന്നതിലൂടെ ശക്തമായിട്ടുള്ളൊരു ബന്ധമാണ് അവർ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം തകരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു നല്ല ബന്ധം നഷ്ടപ്പെട്ടതായിട്ടും അത് ഇമോഷണലി അവരെ ഒരുപാട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ ആത്മാഭിമാനം തന്നെ തകർന്നതായിട്ടാണ് തോന്നുക, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ബ്രേക്കപ്പ് അവരെ രണ്ടുപേരെയും രണ്ട് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. വേർപിരിയലിന് ശേഷമുള്ള ഒരു സമ്മർദ്ദം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേർപിരിയലിന് ശേഷം സ്ത്രീകൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് കരഞ്ഞേക്കാം, അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടേക്കാം. ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടതിൽ അവർക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാകും. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരുപാട് നിസ്സഹായത അനുഭവിക്കുകയും കരയുകയും എല്ലാം ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അവർക്ക് അംഗീകരിക്കാൻ മടി തോന്നിയേക്കാം. അവരത് വിസമ്മതിക്കാനുള്ള സാധ്യതയുണ്ട്, അതിനെ നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് പുരുഷന്മാർ ഇതിന് വ്യത്യസ്തമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അവർക്കും ഈ ഒരു ബ്രേക്കപ്പ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ അവരത് അത്രയധികമൊന്നും പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. അതിന് കാരണം കൂടുതലും പുരുഷന്മാരും അവരുടെ വികാരങ്ങളൊന്നും എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും പ്രകടിപ്പിക്കാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം വികാരങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മദ്യപാനത്തിലേക്കോ അതുപോലെയുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്തേക്കാം. വേർപിരിയലിന് ഒരു ശക്തമായിട്ടുള്ള കാരണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നതിനാൽ തന്നെ അവർ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചെടുത്തേക്കാം. അതുപോലെ തന്നെ പിന്നീട് അത് അവരുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെയായിട്ട് മാറുകയാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അത് തിരികെ ലഭിക്കാനുള്ള ആഗ്രഹം. അത് രണ്ട് രീതിയിലാണ്. അതായത് ഈ ദേഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് വരാൻ സാധ്യത. കാരണം അവർ എന്തിനാണ് തങ്ങളെ ഉപേക്ഷിച്ചതെന്ന് ഓർത്ത് അവർക്കൊരു ദേഷ്യം വരും. ആ വസ്തുത അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്.
എന്നിരുന്നാലും തങ്ങൾക്കൊരു വേർപിരിയൽ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ നിന്നും മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും സ്ത്രീകൾ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ഈ ധാരണ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുന്നു. മാത്രമല്ല അവർക്കത് വേഗത്തിൽ മറികടക്കാനായിട്ട് കഴിയുകയും ചെയ്യും. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തിരികെ ലഭിക്കാനുള്ള ആഗ്രഹം എന്ന് വേണം പറയാൻ. കാരണം എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ഫ്രീഡം വളരെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വേർപിരിയുന്ന പുരുഷന്മാർ ആദ്യം സന്തോഷിക്കുന്നത് പങ്കാളി വിലക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നതാണ്. പിന്നീട് ഒരു ശൂന്യത അവർക്ക് അനുഭവപ്പെടും. ഇതിലൊന്നും ഇടപെടാൻ ആരും ഇല്ലാത്തൊരു ശൂന്യത അവർക്ക് അനുഭവപ്പെടുകയും പിന്നീട് അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയും അല്ലെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോവുകയാണ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വേദന കൈകാര്യം ചെയ്യുന്നത്. ഒരു വേർപിരിയലിൻ്റെ വേദന സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വ്യത്യസ്തമായിരിക്കും. സ്ത്രീകൾ അതിനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറയുന്നവരായിരിക്കാം. അവർ കരയുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തേക്കാം. ബന്ധം അവസാനിപ്പിച്ചു എന്ന വസ്തുതയെക്കുറിച്ച് തങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടെന്ന് സമ്മതിക്കാനൊന്നും അവർ ഭയപ്പെടുകയില്ല. അത് തുറന്നു തന്നെ അവർ സമ്മതിക്കുകയും പറയുകയും ചെയ്യും. എന്നാൽ മറുവശത്ത് പുരുഷന്മാർ തങ്ങളുടെ വേദനയെക്കുറിച്ച് അത്ര വാചാലരാവുകയോ അത് പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തേക്കില്ല. അത് തങ്ങളെ ബാധിക്കുന്നില്ല എന്ന മട്ടിൽ അവർ ഒരു നിസ്സംഗഭാവത്തോടെ പെരുമാറിയേക്കാം. സ്ത്രീകളെക്കാൾ പുരുഷന്മാർ ഇത്തരത്തിലുള്ള ബ്രേക്കപ്പിന് ശേഷം ഒഴിവാക്കൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. അടുത്ത പോയിന്റ് മുന്നോട്ട് പോകാൻ എടുക്കുന്ന ഒരു സമയം. വേർപിരിയലിന് ശേഷമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും സംബന്ധിച്ച് അവർ ആ ഒരു ബ്രേക്കപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പരിഗണിക്കുമ്പോൾ അവർ എത്ര സമയമെടുക്കുന്നു എന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ഒരു വേർപിരിയലിൽ നിന്നും മുക്തി നേടാൻ കൂടുതൽ സമയമെടുക്കും. വേർപിരിയലിന് ശേഷമുള്ള ഒരു പുരുഷ മനഃശാസ്ത്രം ആ വേർപിരിയലിന് ശേഷമുള്ള വേദനയോ വികാരങ്ങളോ സ്വയം അനുഭവിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ്. അതിനുവേണ്ടി അവർ പല വഴികളും തിരഞ്ഞെടുത്തേക്കാം. സ്ത്രീകൾ കാര്യങ്ങൾ തുറന്നു പറയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനാൽ അവർ ആ ബ്രേക്കപ്പിനെ അംഗീകരിച്ച് വേഗത്തിൽ തന്നെ അതിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ കോപവും നീരസവും എല്ലാം ഉണ്ടാകും. പ്രണയം അത് അവസാനിക്കുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ മുൻ പങ്കാളിയോട് ദേഷ്യവും നീരസവും എല്ലാം എങ്ങനെ പ്രകടിപ്പിക്കുമെന്നത് വ്യത്യസ്തമാണ്. പുരുഷന്മാർക്ക് ദേഷ്യവും നീരസവും പ്രതികാരബുദ്ധിയും എല്ലാം കൂടുതലായിരിക്കും. സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അടുത്ത പോയിന്റ് ഹീലിംഗ് പ്രോസസ്സാണ്. ശരിക്കു പറഞ്ഞ ഒരു രോഗശാന്തി. ഇത്തരമൊരു ബ്രേക്കപ്പിൽ നിന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എത്രത്തോളം സുഖം പ്രാപിക്കാൻ കഴിയുമെന്നും അതിന് എത്ര സമയമെടുക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേർപിരിയലിൽ നിന്നും ദുഃഖിക്കാനും അതിൽ നിന്നും മുക്തി നേടാനും കൂടുതൽ സമയമെടുക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. എന്നാൽ പുരുഷന്മാർ ഒരിക്കലും ഈ ഒരു ബ്രേക്കപ്പിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയേക്കില്ല. കാരണം ഒരു പുരുഷൻ ഒരു ബ്രേക്കപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ആത്മാഭിമാനം അല്ലെങ്കിൽ ആത്മവിശ്വാസം അതിനെല്ലാം ഒരു കോട്ടം തട്ടുന്നതായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതിനെ അവർ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ബ്രേക്കപ്പിന് ശേഷം തങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രണയത്തിന് തങ്ങൾ അർഹരല്ലെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ആകർഷണത്വമൊന്നും തങ്ങൾക്കില്ലെന്നോ എല്ലാമായിരിക്കും പുരുഷന്മാർ ഇതിനെ അതിനൊരു കാരണമായിട്ട് കാണാനുള്ള സാധ്യത. എന്നാൽ സ്ത്രീകൾ ഇതിനെ വ്യത്യസ്തമായി കാണാനാണ് സാധ്യത. കാരണം അവർക്ക് ഇങ്ങനെ തോന്നിയാലും അവർ മെച്ചപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം പരിശ്രമിക്കുകയും കരിയറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയോ അല്ലെങ്കിൽ ഫിറ്റ്നസ് നേടുന്നതിനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് തിരിയുകയോ ഈ വേദനയെ മറികടന്ന് അല്ലെങ്കിൽ ആ വേദനയെ മറക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവരുടെ ലൈഫിനെ തിരിച്ചുവിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഈ ഒരു കാര്യത്തിൽ അവരുടെ ആത്മാഭിമാനത്തിന് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് ഒരു കോട്ടം തട്ടും. സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം മാക്സിമം അവോയ്ഡ് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്നും മറികടന്ന് പോകാനായിട്ട് സാധിക്കും. ഒരു നിമിഷത്തേക്ക് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചാലും അവർ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത പോയിന്റ് വികാരങ്ങളെ സ്വീകരിക്കുന്ന വിധം. അതായത് ഒരു ബ്രേക്കപ്പിന് ശേഷം പുരുഷന്മാർ അവരുടെ വികാരങ്ങളെ സ്വീകരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ കഴിയുന്നത്ര നേരം മനസ്സിലെ ചിന്തകൾ മൂടി വെക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് ആ ബ്രേക്കപ്പിൽ നിന്നും അവർക്ക് മുക്തി നേടാനുള്ള ആ ഒരു ഘട്ടത്തെ വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേർപിരിയലിന് ശേഷമുള്ള സ്ത്രീകളുടെ മനഃശാസ്ത്രം അവരുടെ വികാരങ്ങൾ അനുഭവിക്കുക എന്നതാണ്. അവർ അതിനായിട്ട് അനുവദിക്കുന്നു. അവർ അതിനുവേണ്ടി സ്വയം അനുവദിക്കുന്നു. അതിനാൽ തന്നെ അവർ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ ആ ബന്ധത്തിൻ്റെ അവസാനം അംഗീകരിക്കാനും അതിൽ നിന്ന് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് സഹായം തേടാനുള്ള കഴിവാണ്. ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ സുഹൃത്തുക്കളോടൊരാവശ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സഹായം ആവശ്യപ്പെടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും അവർ അതിനുവേണ്ടി ഒരു പ്രൊഫഷണൽ സഹായം ഒരുപക്ഷെ തേടിയേക്കാം. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ബ്രേക്കപ്പിന് ശേഷം ഒരു സഹായം അല്ലെങ്കിൽ തുറന്ന മനസ്സോടുള്ള ഒരു സംസാരം ഒന്നും അവർ
പുറത്ത് കാണിക്കുകയോ അത്തരത്തിലുള്ളൊരു സഹായം തേടുകയോ ഒന്നും ചെയ്യുകയില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ഓരോ ബ്രേക്കപ്പുകളെയും ഓരോ സ്ത്രീയും പുരുഷനും മറികടന്നു പോകുന്നത്. വേർപിരിയലുകൾ അല്ലെങ്കിൽ ബ്രേക്കപ്പുകൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹം പങ്കിട്ട ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ, അത്തരത്തിലൊരു കാര്യം നേരിടേണ്ടി വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു ബ്രേക്കപ്പിന് ശേഷം ആര് കൂടുതൽ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ ആര് മുന്നോട്ട് വിജയിച്ചു പോകുന്നു, ആര് എത്രയും പെട്ടെന്ന് അതിനെ മറികടക്കുന്നു എന്നതിലൊന്നുമല്ല കാര്യം. ഓരോ വ്യക്തിക്കും ദുഃഖവും നഷ്ടവും നിറഞ്ഞ വ്യത്യസ്തമായ ഒരു യാത്രയുണ്ടെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്നും സ്വയം പുറത്തോട്ട് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നതിന് മുൻപ് സ്വയം സുഖം പ്രാപിക്കാനായിട്ടും സമയമെടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ ഈ ബന്ധം നല്ലതായിരുന്നു എന്ന് അല്ലെങ്കിൽ അത് പൂർണ്ണമായിരുന്നു എന്ന് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അതിൽ സ്വയം പറയുക. നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക. നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഏറ്റവും നല്ല ആളുകൾ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കൊപ്പമായിരിക്കേണ്ട വ്യക്തിയെ കണ്ടെത്തുന്നതിനുള്ള ആദ്യ പടിയായിരിക്കാം.